ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് എന്താ പറയുക ക്ലാസ്സുകൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയായിരുന്നല്ലോ അല്ലേ? നമ്മൾ ആ ക്ലാസ്സുകൾ അവിടെ നിർത്തി. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പ്രോബ്ലംസൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വേദിക് മാത്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. വേദിക് മാത്സ് എന്ന് പറഞ്ഞാൽ ഈസി കാൽക്കുലേഷൻസ്. നമുക്ക് പെട്ടെന്ന് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് എന്താ പറയുക മൾട്ടിപ്ലിക്കേഷൻ, അഡീഷനും അതുപോലെ ഡിവിഷനും ഒക്കെ വരുമ്പോൾ റൂട്ട് കാണേണ്ടി വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനും റൂട്ടും അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നതെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കാണ് പ്രൊബബിലിറ്റിയാണ്, സാധ്യത. പ്രൊബബിലിറ്റി, സാധ്യത ഓർ ചാൻസ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ പ്രൊബബിലിറ്റി മാത്തമാറ്റിക്സ് ആണ് ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. എന്താണ് സാധ്യത, എന്താണ് സാധ്യത അല്ലെങ്കിൽ പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് അല്ലേ? ഒരു സംഭവം, ഒരു ഇവന്റ് നടക്കാൻ ഉണ്ടാകുന്ന ആ ഒരു ചാൻസ്, അതിനെയാണ് നമ്മൾ പ്രൊബബിലിറ്റി എന്ന് വിളിക്കുക അല്ലേ? ഇപ്പൊ നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചാൻസ് നമ്മൾ പറയാറുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, അത് കറക്റ്റായിട്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇന്നത് സംഭവിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ ഒരു ചാൻസ് കൊടുക്കുക. ചാൻസ് ഉണ്ട് എന്ന് പറയുക. മേ ബി അതല്ലെങ്കിൽ ചാൻസ് ഉണ്ടാകുക. ഇറ്റ് മേ റെയിൻ ഓർ മേ നോട്ട് റെയിൻ അല്ലേ? നമുക്ക് അങ്ങനെ പറയാം. മഴ പെയ്യാം, പെയ്യാതിരിക്കാം. അപ്പം സാധ്യതയാണ്, അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പെയ്യും, ചിലപ്പോൾ പെയ്യില്ല. അപ്പം രണ്ട് സാധ്യതകളാണ് അവിടെ ഉള്ളത്. അത് പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചില സമയത്ത് നമ്മൾ ചാൻസ് പറയാറുണ്ട്, അല്ലെങ്കിൽ സാധ്യതയെ പറയാറുണ്ട്, പ്രൊബബിലിറ്റി പറയാറുണ്ട്. ഇതൊക്കെയാണ് ചാൻസ് അല്ലെങ്കിൽ പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാൽ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കോയിനൊക്കെ ടോസ് ചെയ്യില്ലേ? നമുക്ക് ചില കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഇപ്പോൾ ടീമുകളായിട്ട് കളിക്കുമ്പോൾ പല കളിയിലും കുട്ടികളൊക്കെ ചെയ്യുന്നത് ടീം ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആര് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് ടോസ് ഇടും. ടോസ് ഇടുക കോയിൻ ഉപയോഗിച്ചിട്ടാണ്. കോയിൻ ടോസ് ചെയ്താൽ നമുക്കറിയാം ഹെഡ് ഓർ ടെയിൽ. അതിന് രണ്ട് ചാൻസ് ഉണ്ട്. അതിന് രണ്ട് ചാൻസേ ഉള്ളൂ ആകെ. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഹെഡ് ഓർ ടെയിൽ, അത് ഏതെങ്കിലും ഒന്നാകാം, ഹെഡ് ആകാം, ടെയിൽ ആകാം. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ഡൈസ് അറിയാം അല്ലേ? പാമ്പും കോണിയൊക്കെ സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈസ്. അപ്പോൾ അതിന് നമുക്കറിയാം 6 ഫേസസ് ആണുള്ളത്, 6 മുഖങ്ങളുണ്ട്. 1 മുതൽ റെസ്പെക്റ്റീവായിട്ട് നമുക്ക് 6 വരെ എഴുതിയിരിക്കുന്ന 6 മുഖങ്ങളാണ്. 1 എന്ന് പറയുന്നിടത്ത് ഒരു ഡോട്ട്, 2 എന്ന് പറയുന്ന എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡോട്ട് 2 എണ്ണത്തിനെ സൂചിപ്പിക്കാനായിട്ട് 2 ഡോട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. 3 ഡോട്ട്സ് ഉള്ളത് 3 ഫേസ്, മൂന്നാമതൊരു ഫേസ്, 4 ഡോട്ട്സ്, 5 ഡോട്ട്സ്, അങ്ങനെ 6 ഡോട്ട്സ്, 6 വരെയുള്ളൂ മാക്സിമം. അപ്പോൾ ഡൈസ് നമ്മൾ കളിക്കാൻ ഉപയോഗിക്കും. അതും നമ്മൾ ഒരു ചാൻസ് ആണ്, ഒരു പ്രൊബബിലിറ്റിയാണ്. നമ്മളത് അസ്യൂം ഇങ്ങനെ വിചാരിക്കും ഇത്ര വീഴണം എന്ന് വിചാരിച്ചിട്ട്. അതിനും ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറയുന്നത് 6 ആണ്. ഒന്നാകാം. നമ്മളിപ്പോൾ അത് എന്താ പറയുക റോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഉരുട്ടിയിട്ട് നമ്മൾ താഴേക്ക് ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആ ഫേസ് 1ന്റെ ആകാം അല്ലെങ്കിൽ 2ന്റെ ആകാം. മാക്സിമം അത് 6 വരെയേ ഉള്ളൂ. ഇനി 7th ഒരു ചാൻസ് ഉണ്ടോ? നോ ചാൻസ്. അപ്പോൾ അവിടെ 0 പ്രൊബബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ മുൻകൂട്ടി നേരത്തെ കൂട്ടി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റാത്തതിനാണ് നമ്മൾ ചാൻസ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ചാൻസുകൾ നമുക്ക് എങ്ങനെ മാത്സിൽ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഈ ചാൻസ് എങ്ങനെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറച്ച് നമുക്ക് എക്സാമ്പിൾസ് സഹിതം പഠിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസിനെ നമ്മൾ സാമ്പിൾ സ്പേസ് എന്നാണ് വിളിക്കുക. സാമ്പിൾ സ്പേസ്, അതായത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ആ മൊത്തം എണ്ണത്തെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ വെൻ വി ടോസ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അതിന് 2 ചാൻസസ് ആണുള്ളത്, 2 എണ്ണമാണുള്ളത്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞത് 2 ആണ്. അതായത് ഹെഡ് ഓർ ടെയിൽ എന്നാണ്. 2 ഒരുമിച്ച് വരുമോ? അതിന് സാധ്യതയുണ്ടോ? 2 ഒരുമിച്ച് ആ ഫേസ് വരണമെന്ന് നമുക്ക് പറ്റുമോ പറയാൻ? ഇല്ല. ഒരു ഹെഡ് അല്ലെങ്കിൽ ടെയിൽ അങ്ങനെ വരുള്ളൂ. ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കൂട്ടുന്നതല്ല. നമ്മൾ സാധാരണ അത് താഴേക്ക് വീഴുമ്പോൾ മിക്കവാറും അത് വീഴുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഫേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഹെഡ് ഓർ ടെയിൽ, അത് ഹെഡോ ടെയിലോ ആകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൈസ് റോൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഉരുട്ടുകയാണെങ്കിൽ എന്നിട്ട് താഴോട്ട് ഇടുമ്പോൾ അത് താഴേക്ക് വീഴുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഫേസ് ആയിരിക്കാം. 1ന്റെ ആകാം, 2ന്റെ ആകാം, 6 വരെയുള്ള ഏതെങ്കിലും ഫേസ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് ഈസ് 6. 6 വരെ സാധ്യതകളുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് മാത്സിൽ കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നൊന്ന് ഉദാഹരണമായിട്ട് ചെയ്യാം.
അങ്ങനെ ടോട്ടൽ ചാൻസസ് കഴിഞ്ഞതിന് ശേഷം അതിൽ എത്ര ചാൻസ് ഓരോ പർട്ടിക്കുലർ ഇവന്റിനുമുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നത് ഏതെങ്കിലും ഒരു ഇവന്റ് നമ്മളോട് പറയും, അപ്പൊ ആ ഇവന്റിന് എത്ര സാധ്യതയുണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് എത്ര ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള ചാൻസ് എന്ന് പറഞ്ഞു. ടോട്ടൽ സാധ്യത 2ആണ്. മേ ബി അത് റെയിൻ മഴ വരാം അല്ലെങ്കിൽ വരാതിരിക്കാം, 2 ചാൻസസ് ആണ്. അപ്പൊ ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് 2 ആണ്. ടോട്ടൽ ചാൻസസ് 2 ആണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ബീങ് റെയിനിങ്. അപ്പൊ മഴ പെയ്യാനുള്ള ചാൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ? അതായത് ടു റെയിൻ, മഴ പെയ്യാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ ടു റെയിനിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഇതാ പ്രോബബിലിറ്റി ടു റെയിൻ. അതെങ്ങനെ വായിക്കാം? പി ഓഫ് ടു റെയിൻ. ആ ടു റെയിനിന് നമ്മൾ വേണമെങ്കിൽ എന്നോ ബിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇവന്റ്, ആ ഇവന്റിന് എ ബി സി അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, XYZ എന്ന് കൊടുക്കാം. ആ നമ്മളോട് എന്ത് കാര്യമാണോ ഇവന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വലിച്ചു നീട്ടി ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നതിന് പകരം പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ടു റെയിൻ, അത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ആസ്പദമാക്കി നമുക്കതിന് വേണമെങ്കിൽ ഒന്ന് നെയിം ചെയ്യാം, എ ബി സി എന്നൊക്കെ നെയിം ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ വായിക്കേണ്ടത് പ്രോബബിലിറ്റി ടു റെയിൻ, ദാറ്റ് മീൻസ് പി ഓഫ് ടു റെയിൻ എന്നാണ്. മഴ പെയ്യാനുള്ള സാധ്യത ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എത്രയാണ്? 2 ആണ്. ഇതിൽ മഴ പെയ്യാൻ എത്ര ചാൻസേ ഉള്ളൂ? ഹാഫ് ചാൻസ് ആണ്. അതായത് ഒരു ചാൻസേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഈ നമ്മൾ ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആയിട്ട് എഴുതുമ്പോൾ വി ഷുഡ് റൈറ്റ് ലൈക്ക് ദിസ്. അതൊരു ഫ്രാക്ഷൻ ഫോമിലാണ് നമ്മൾ എഴുതുള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് നമ്മൾ കാണിക്കാനായിട്ട് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാണ്. ഫ്രാക്ഷൻ അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് എടുക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് ബൈ ഇട്ട് എഴുതുക. അതായത് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് എ ഫ്രാക്ഷൻ. അതൊരു ഭിന്നസംഖ്യാ രൂപത്തിലാണ് നമ്മൾ എഴുതുക. അപ്പൊ ഞാനിങ്ങനെ മഴ പെയ്യാനുള്ള സാധ്യതയെ ചോദിക്കുകയാണെങ്കിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യത ഈക്വൽ ആണ്. ബിക്കോസ് ഓൺലി 2 ചാൻസസ് ആർ ദർ. 2 ചാൻസസേ ഉള്ളൂ. അതുകൊണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഇതാണെങ്കിൽ പി ഓഫ് നോട്ട് റെയിൻ, അതായത് മഴ പെയ്യാതിരിക്കാനുള്ള ചാൻസ് ചോദിച്ചാലോ ദാറ്റ് ഈസ് ഓൾസോ 1/2 ആണ്. കാരണം ദർ ആർ ഓൺലി 2 ചാൻസസ്. ആ 2 സാധ്യതകളെ ഉള്ളൂ ഏത് കാലാവസ്ഥ എടുത്താലും. അപ്പോൾ 1/2 ആണ്. ഇതുപോലെ മറ്റ് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാത്സിൽ സാധ്യതകളുമായി ബന്ധപ്പെടുത്തി ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അടുത്തത് വേറെ ഒരെണ്ണം നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു കോയിൻ ടോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ? വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്, ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്, ടോസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സിറ്റുവേഷൻ തന്നിരിക്കുന്നത്. ഞാനിവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്. അതാണ് ഇതേ കണ്ടാവും. നമ്മൾ ഇപ്പോൾ ആ ഇവന്റ് നമ്മൾ ഹെഡ് എന്ന് എഴുതി, ഹെഡിന്റെ ഷോർട്ടാക്കി H എന്ന് മാത്രം എടുത്തു. ഹെഡിന് H എന്നും ടെയിലിന് T എന്നും നമുക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്, ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ് എന്നറിയണമെങ്കിൽ വി ഹാവ് ടു നോ വാട്ട് ഈസ് ദ ടോട്ടൽ ചാൻസ്. ആകെയുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഒരു കോയിൻ ആണ് എൻ്റെ കയ്യിലുള്ളത്, അത് ഞാൻ ടോസ് ചെയ്യുന്നു. അത് താഴേക്ക് വീഴുമ്പോൾ ഇറ്റ് മേ ബി ഹെഡ് ഓർ ടെയിൽ. അത് ഒന്നില്ലെങ്കിൽ ഹെഡ് ആകാം അല്ലെങ്കിൽ ടെയിൽ ആകാം. അപ്പൊ നമുക്ക് പി ഓഫ് ഹെഡ് കിട്ടാനുള്ള സാധ്യത ഞാൻ ചോദിച്ചാൽ നേരത്തെ പോലെ തന്നെ ഇറ്റ് ഈസ് 1/2. ആൻഡ് പി ഓഫ് ബി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ. ഇറ്റ്സ് ഓൾസോ 1/2. അതും 1/2 ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് അസ്യൂം ചെയ്ത് നമുക്ക് അതിന്റെ ചാൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഉപയോഗിക്കുക. ഇത് കുറച്ച് വൈഡ് റേഞ്ചിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഒരു കോയിൻ ടോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മഴ പെയ്യാതിരിക്കാനുള്ള ചാൻസ്, ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം ഞാൻ ഇവിടെ ചോദിക്കട്ടെ. ഇതുപോലെ തന്നെ ഞാൻ പറയുകയാണ് ദർ ഈസ് എ ബോക്സ്, ഒരു ബോക്സ് ഉണ്ട്. ആൻഡ് ദ ബോക്സ് കണ്ടെയ്ൻസ് മറ്റൊരു രീതിയിലാണ് ചോദ്യമെങ്കിൽ 6 ബ്ലാക്ക് ബോൾസ് എന്ന് വിചാരിക്കാം. 6 കറുത്ത പന്തുകളുണ്ട്. ആൻഡ് 3 റെഡ് ബോൾസ്, 3 ചുവന്ന പന്തുകളും ഉണ്ടെന്ന് വിചാരിക്കാം. ദിസ് അനദർ സിറ്റുവേഷൻ, മറ്റൊരു സാഹചര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു ബോക്സിനകത്ത് കുറച്ച് 6 കറുത്ത പന്തുകൾ ഇട്ടിട്ടുണ്ട്, 3 റെഡ് പന്തുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിത്തൗട്ട് സീയിങ്, നമ്മൾ കണ്ണടച്ചിട്ടാണ് നമുക്ക് കിട്ടാനുള്ള ചാൻസുകൾ നോക്കുമ്പോൾ നമുക്ക് അസ്യൂം ചെയ്ത് പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് എടുക്കാനാണെങ്കിൽ കറുത്തത് വേണമെങ്കിൽ കറുത്ത എടുക്കാം, അല്ലെങ്കിൽ ഏതാണോ അത് എടുക്കാം. പക്ഷേ നമ്മളത് കണ്ണ് കെട്ടിയിട്ടോ നമ്മളത് നോക്കാതെ നമ്മളതിൽ നിന്ന് എടുക്കുമ്പോൾ ആ
ആദ്യം ഒരു പന്ത് എടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് സീയിങ് നമ്മുടെ കണ്ണ് കെട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ? ഒരു റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ചോദ്യത്തിന്റെ സ്റ്റൈൽ കുറച്ച് മാറി. നേരത്തെ ആകെ 2 സാധ്യതകളെ ഉണ്ടായിരുന്നുള്ളൂ. കോയിൻ ടോസ് ചെയ്താലും മഴ പെയ്യാനും പെയ്യാതിരിക്കാനുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ചാൻസസ് ആർ 2, 2 ചാൻസസേ ഉള്ളൂ. അതിൽ നിന്ന് ജസ്റ്റ് ഹാഫ് ചാൻസ് ആണ് ഉള്ളത്, 1/2 എന്ന് നമ്മൾ എഴുതി. ഇവിടെ കുറച്ചും കൂടി മാറി. ഒരു പെട്ടിക്കകത്ത് 6 കറുത്ത പന്തുകളും 3 ചുവന്ന പന്തുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഇഫ് യു ആർ ടേക്കിംഗ് വൺ വിത്തൗട്ട് സീയിങ്, നമ്മൾ നോക്കാതെ നമ്മൾ അതിൽ നിന്ന് ഒരു പന്ത് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ? അതിൽ നിന്ന് കിട്ടുന്നത് ഒരു ചുവന്ന ബോൾ ആകാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ നമുക്ക് ആൻസർ വേണ്ടത് പി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ആണ്. ചുവന്ന പന്തുകൾ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ എഴുതിയ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് 6 + 3 9 ആണ്. 6 കറുത്ത പന്തുണ്ട്, 3 ചുവന്ന പന്തുണ്ട്. അപ്പൊ മൊത്തം 9 പന്തുകളാണുള്ളത്. അതിൽ 9 എണ്ണത്തിൽ 3 എണ്ണം നമുക്ക് റെഡ് ആണ്. അപ്പൊ 3 ചാൻസേ ഉള്ളൂ. നമുക്ക് എത്ര എടുത്താലും നമുക്ക് അതിനകത്ത് റെഡ് ആയിട്ടുള്ളത് 3 പന്തുകൾ മാത്രമുള്ളത് കൊണ്ട് 3/9 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഒരു ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത അത്രയാണ്. ഇത് നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഓർക്കണം, പ്രോബബിലിറ്റി നമ്മൾ ഭിന്നസംഖ്യ ആയിട്ടാണ്, ഫ്രാക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ആ ഫ്രാക്ഷൻ നമ്മൾ കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യണം എന്നറിയാമോ? ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ദ ലോവസ്റ്റ് ടേം. അത് ഏറ്റവും സിംപ്ലിഫൈഡ് രൂപത്തിൽ എഴുതണം. എന്ന് വെച്ചാൽ ഏറ്റവും ലഘു രൂപത്തിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. നോക്കിയേ, 3 3ലും 9ലും കറക്റ്റ് ആയിട്ട് പോകുന്ന സംഖ്യയാണ്. 3 1 is 3 and 3 3s are 9. 1/3 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ഒരു ബോക്സിനകത്ത് 3 റെഡ് ബോൾസും 6 ബ്ലാക്ക് ബോൾസും ഉള്ളപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് അതിനകത്ത് 9 ആണ്. 6 + 3 9 ആണ്. ആൻഡ് അതിൽ നിന്ന് ഒരു ചുവന്നത് മാത്രമാണ് നമ്മൾ കണ്ണടച്ചെടുക്കുന്നതെങ്കിൽ ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് 3/9, ദാറ്റ് ഈസ് 1/3. ഇനി മറ്റൊരു ചോദ്യം, ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ടത് ബ്ലാക്ക് ബോൾ ആണെങ്കിലോ, ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ, അത് പി ഓഫ് ബി എന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ റെഡിന് 6ഉം ബ്ലാക്കിന് ബിയുമാണ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി, വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. എഴുതിന് കുഴപ്പമൊന്നുമില്ല. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ എന്ന് ബ്രാക്കറ്റിനകത്ത് എഴുതാം. പി ഓഫ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിന് പുറത്തിട്ടിട്ട്. അപ്പൊ നമുക്ക് അറിയാം, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? 6 ബ്ലാക്ക് ബോൾസ് ആണുള്ളത് ആൻഡ് 9 ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആണുള്ളത്. ഇനിയും നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഷോർട്ട് ആക്കി എഴുതണം, അതായത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതണം. അപ്പോൾ 6ഉം 9ഉം കറക്റ്റ് ആയിട്ട് പോകുന്നത് 3ന്റെ ഡബിൾ ആണ്. 3 2s are 6 and 3 3s are 9. അപ്പൊ 2/3 is the probability of getting a black ball. അതായത് 2/3 ചാൻസ് ആണ്. കറുത്ത പന്ത് കിട്ടാനുള്ളത് 1/3 ആണ്. എന്തെന്ന് വിളിക്കാം നമുക്ക്? ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത. ഇത് രണ്ടും കൂടി ചേർന്നാൽ there is the total chance, അത് 1 ആയിരിക്കണം. പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടി നമുക്ക് എത്ര ചാൻസസ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1ന് ഈക്വൽ ആകുകയും വേണം. 1/3 + 2/3 ദാറ്റ് ഈസ് 3/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ചാൻസസ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് പ്രോബബിലിറ്റി കാണുക, അല്ലെങ്കിൽ സാധ്യത, ഇന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇത്ര ഒരു ബോക്സിനകത്ത് ഇത്ര, ഇത് മാത്രമല്ല ഇനി എണ്ണം കൂടാം. 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, അല്ലെങ്കിൽ 2 വൈറ്റ് ബോൾസ് ഉണ്ട്, അല്ലെങ്കിൽ 7 എന്താ പറയാ റെഡ് ബോൾസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എണ്ണങ്ങൾ കൂടുമ്പോൾ ടോട്ടൽ ചാൻസസ് ആ ടോട്ടൽ നമ്പർ ആയിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഇവന്റ് ആണോ എടുക്കേണ്ടത് ആ ഇവന്റ് ആണ് പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ എഴുതി അതിന്റെ ഇവന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ടോട്ടൽ ചാൻസ് എപ്പോഴും എവിടെ എഴുതണം? ഡിനോമിനേറ്ററിൽ എഴുതുക. ആൻഡ് ദ ഫ്രാക്ഷൻ നമുക്ക് കിട്ടുന്നത് അവസാനം നമ്മൾ അത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക്, ലഘുവായ രൂപത്തിലേക്ക് കൊണ്ടെഴുതണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. എന്താണ് ഇനി അടുത്തത് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വേറെ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇനി നേരത്തെ ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ, പ്രോബബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കാര്യം. ഇനി ഞാൻ ഇവിടെ 2 കോയിൻസ് ആണ് ടോസ് ചെയ്യാൻ പോകുന്നത്. വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്, സാഹചര്യം മാറി. വെൻ 2 കോയിൻസ് ടോസ്ഡ്, 2 കോയിനുകൾ നമ്മൾ ടോസ് ചെയ്യാൻ പോണ്. അപ്പൊ നമുക്കറിയണം വാട്ട് ആർ ദ നമ്പർ ഓഫ് ചാൻസസ്, ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എത്രയാണെന്ന്. 2 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ചാൻസസ്, പ്രോബബിലിറ്റീസ് ഉണ്ട്? 2 കോയിൻ ഒരുമിച്ച് നമ്മൾ ടോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എറിയുന്നു, അത് താഴെ വന്ന് വീഴുമ്പോൾ 2 ഒരുമിച്ച് താഴെ വീഴുമല്ലോ. വീണ് കഴിയുമ്പോൾ അതിന് താഴേക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കിടക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളാകാം വീണ്ടും നമ്മൾ ഇടുകയാണെങ്കിൽ എത്ര പ്രാവശ്യം ഇടുന്നു അതനുസരിച്ച് അതിന്റെ ഇത് മാറും അല്ലെ. അപ്പൊ 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകളാണ് നമ്മളിപ്പോൾ എഴുതാൻ പോണത്. ടോട്ടൽ
ചാൻസസ് ആണ് കേട്ടോ. ടോട്ടൽ പ്രൊബബിലിറ്റീസ് അല്ലെങ്കിൽ ചാൻസസ് ആണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധ്യതകൾ ഞാൻ ഇങ്ങനെ എഴുതാണ്. ചിലപ്പോൾ രണ്ടിൽ നിന്നും കിട്ടുന്നത് ഹെഡ് എന്ന് പറയുന്ന ഭാഗമായിരിക്കാം അപ്പായിട്ട് കിടക്കുക. മുകളിലേക്ക് ഫേസ് ചെയ്ത് കിടക്കുന്നത് രണ്ടും ഹെഡ് ആകാം, ചാൻസ് ആണ്. രണ്ട് ഹെഡ് ആകാമല്ലോ, കുഴപ്പമില്ലല്ലോ. കാരണം രണ്ടും ഒരുമിച്ച് വീഴുന്നു എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടെണ്ണം ഏതൊക്കെ ഫേസിനെ കാണിക്കുന്നു എന്നറിയില്ല. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യാണ് ബോത്ത് മേ ബി ഹെഡ്, രണ്ടും ഹെഡ് ആകാം. ഇനി എന്താ സാധ്യതയുള്ളത്? ബോത്ത് മേ ബി ടെയിൽ, അത് രണ്ടും എന്താകാം? ടെയിലുമാകാം. പിന്നെന്താകാം? ആദ്യത്തേത് ഹെഡ് തന്നെ, പക്ഷെ രണ്ടാമത്തേത് ടെയിൽ. അതായത് ഒരു കോയിന് എന്നല്ല, ആദ്യത്തെ കോയിന് രണ്ട് ഡിഫറെന്റ് കോയിൻസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ കുഴപ്പമില്ല ഏത് കോയിനാണെന്നും. പക്ഷെ ആദ്യത്തെ കോയിനിൽ നിന്ന് ഹെഡ് ആകാം, രണ്ടാമത്തേത് ടെയിലാകാം. നേരെ തിരിച്ചു ആകാമല്ലോ, ആദ്യത്തെ കോയിനിൽ നിന്ന് ടെയിലും പിന്നത്തേത് ഹെഡുമാകാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് വെൻ 2 coins ആർ ടോസ്ഡ്, 2 കോയിനുകളാണ് നമ്മൾ ടോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളാണ് ഈ എഴുതിയേക്കണത്. ഏതൊക്കെയാണ്? എച്ച് ബോത്ത് ഹെഡ് ആണ്, ടി ബോത്ത് ടെയിലാണ്. ആദ്യത്തെ ഹെഡും രണ്ടാമത്തെ ടെയിലുമാണ്, ആദ്യത്തെ ടെയിലും രണ്ടാമത്തെ ഹെഡും ആണ്. എന്ന് വെച്ചാൽ ടോട്ടൽ ചാൻസസ് എത്രയാണ്? അപ്പോൾ 4 ആണ്, ഓർക്കണം. ഇനി ഞാൻ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വരാവുന്ന ചില നമുക്ക് അറിയേണ്ട പ്രോബബിലിറ്റീസ് അത് ക്വസ്റ്റ്യൻ രൂപത്തിൽ വരികയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads? 2 ഹെഡുകൾ കിട്ടാനുള്ള സാധ്യതയാണ്. രണ്ടും ഹെഡ് ആയിരിക്കണം. 2 heads ആണ്, ഞാനിവിടെ ഷോർട്ടാക്കി എഴുതിയോളൂ, 2 H എഴുതി. രണ്ടും ഹെഡ് വരാനുള്ള ഒറ്റ ചാൻസ് അല്ലേ കാണുന്നുള്ളൂ. നോക്കിയേ നിങ്ങൾ, 2 ഹെഡ് വരുന്നത് ഇവിടെ മാത്രമാണ്, ബാക്കി എല്ലാത്തിലും അടുത്തതിൽ ഒറ്റെണ്ണം ഹെഡില്ല, അടുത്തതിൽ ഒരെണ്ണേ ഹെഡുള്ളൂ, ലാസ്റ്റത്തേലും ഒരു ഹെഡേ ഉള്ളൂ. അപ്പോൾ ബോത്ത് ഹെഡ് വരാനുള്ള സാധ്യത 1 ആണ്. 1/4 ടോട്ടൽ ചാൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആയിട്ട് സൂചിപ്പിക്കണം. ഇനി വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 tails? രണ്ടും ടെയിൽ ആകാൻ, ഒറ്റ ക്വസ്റ്റിനിൽ നിന്ന് പല ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി ബോത്ത് ഹെഡ് ആകാൻ, ബോത്ത് ടെയിൽ ആകാൻ, രണ്ടും ടെയിൽ ആകാൻ, ബോത്ത് ഹെഡ്സ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ 2 heads എന്ന് ചോദിക്കാം, ബോത്ത് ടെയിൽസ് ചോദിക്കാം അല്ലെങ്കിൽ 2 tails ആകുന്നത് എങ്ങനെയാണ് നോക്കിയാൽ എത്രയാണ്? അതും 2 ഉള്ളൂ. അപ്പോൾ 1/4 ആണ് അല്ലേ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ 2 ടെയിൽ വരുന്നത്, 1/4 തന്നെയാണ്. അത് 4ൽ ഒരെണ്ണം മാത്രമേ അങ്ങനെ വരാനുള്ള സാധ്യതയുള്ളൂ. 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ 2 ടെയിൽ വരുന്നുള്ളൂ, 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ 2 ഹെഡ് വരുന്നുള്ളൂ. ഇനി അടുത്ത പ്രോബബിലിറ്റി ഞാൻ ചോദിക്കുന്നത് ബോത്ത് 1 tail ആൻഡ് 1 head ആണ്. 1 head ആൻഡ് 1 tail. അതിന് നമുക്ക് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതാം. ഒരു ഹെഡും ഒരു ടെയിലും വരുന്നത് എപ്പോഴൊക്കെ? ആദ്യത്തേതോ അവസാനത്തേതോ അങ്ങനെയില്ല, ഒരെണ്ണം ഹെഡ് ആവണം. ഇങ്ങനെ ഇടുമ്പോൾ ഒരെണ്ണം ഹെഡും ഒരെണ്ണം ടെയിലും വരാനുള്ള സാധ്യതകൾ എത്രയൊക്കെയാണ്? ഇതിനകത്ത് വരുമോ? അങ്ങനെ നോക്കിയാൽ നിങ്ങൾ, ഒരെണ്ണം ഹെഡും ഒരെണ്ണം ടെയിലും ആണോ ഇതിനകത്ത് കിടക്കുന്ന? അല്ല, ബോത്ത് ആർ ഹെഡ്. ഇങ്ങനെ ഇതിനകത്ത് വരുമോ? ഒരെണ്ണം ടെയിലും മറ്റേതും ടെയിൽ തന്നെയാണ്, അപ്പൊ ബോത്ത് ടെയിൽസ് ആണ്. അപ്പൊ അതും വരാൻ സാധ്യതയില്ല. ഇനി ഒരെണ്ണം ഹെഡും ഒരെണ്ണം ടെയിലും, ദേ കണ്ടോ, ഒരെണ്ണം ഹെഡ് ഒരെണ്ണം ടെയിൽ, ഇവിടെയും അതുപോലെ ഒരെണ്ണം ടെയിലും ഒരെണ്ണം ഹെഡ്. അപ്പൊ 2 chances out of 4, 2 എണ്ണമാണ് എന്ത്? ഒരു ഹെഡും ഒരു ടെയിലും കിട്ടാനുള്ള സാധ്യത 2/4 ആണ്. 2/4 നമുക്ക് 2ന്റെ ടേബിളിൽ 1/2 എന്ന് നമുക്ക് എഴുതാം. ജസ്റ്റ് അതിൻ്റെ ഹാഫാണ് അല്ലേ? 2ന്റെ ഇരട്ടിയാണ് 4 വന്നിരിക്കുന്നത്. അപ്പം അതിനെ പകുതിയാക്കി നമുക്ക് 1/2 എന്ന് പറയുന്ന സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഇനി ഞാൻ ചോദിക്കട്ടെ, എനി വൺ ഓഫ് ഹെഡ്, ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് 1 head എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യമാണെങ്കിലോ, പി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 head, ഒരെണ്ണമെങ്കിലും ഹെഡ് ആകാനുള്ള ഒരു ചാൻസ് ആണ് ചോദിക്കുന്നത്. ഒരെണ്ണമെങ്കിലും ഹെഡ് ആയിരിക്കണം, ഒരെണ്ണമെങ്കിലും ഹെഡ്. അപ്പൊ എന്ന് വെച്ചാൽ 2 ഹെഡ് ആകുന്നതുകൊണ്ട് നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. 2 ഹെഡ് ആകാം, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഹെഡ് വരണം അതിനകത്ത് നമ്മൾ എടുക്കുന്നതിൽ. അപ്പൊ നോക്കിയേ, ഇത് വരും അല്ലെ? ഇവിടെ 2 ഹെഡ് ഉണ്ട്, നമുക്ക് ഒരെണ്ണമെങ്കിലും മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് വൺ ആകാം നമുക്ക് ആ ചാൻസ്. ഇത് വരും അതിനകത്ത്, ഒരെണ്ണമെങ്കിലും ഹെഡ്. ഇതിനകത്തുണ്ടോ ഹെഡ്? ഇല്ല, 2 ടെയിലായിപ്പോയി, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരെണ്ണമെങ്കിലും ഹെഡ് ഉണ്ട്, ഇവിടെയും ഒരെണ്ണമെങ്കിലും ഹെഡ് ഉണ്ട്. അങ്ങനെ 3 chances ആണ് അറ്റ്ലീസ്റ്റ് 1 head ആകാനുള്ള സാധ്യത. സോ 3/4. അതിന് നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 tail? 1 tail എങ്കിലും കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഈ ഹെഡ് ഒഴിവാക്കണം, കാരണം അതിൽ 2 ഹെഡാണ്. അപ്പൊ ഇവിടെ നിന്ന് 3 എണ്ണം, 3/4. അങ്ങനെ നമുക്ക് പ്രോബബിലിറ്റീസ് ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ സാധ്യതകൾ എഴുതുമ്പോൾ ഭിന്നസംഖ്യ തന്നെയായിട്ട് എഴുതാനായിട്ട് മറക്കരുത്. വെറുതെ ആ സംഖ്യ മാത്രം എടുത്ത് എഴുതരുത്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഇനി എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തരാം. കുറച്ച് സ്ലിപ്സ് എഴുതിയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. സ്ലിപ്സ് റിട്ടേൺ 1 കേട്ടോ, 1 to 25 ഓൺ പേപ്പർ സ്ലിപ്സ്. അതായത് പേപ്പേഴ്സിൽ എഴുതിയിട്ട്
ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ ഇട്ടിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എഴുതിയത്. കുറച്ച് പേപ്പർ സ്ലിപ്സ് നമ്മൾ അറിയാലോ, തുണ്ടുകളൊക്കെ എങ്ങനെ ഇടുമല്ലോ, നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് പല ആവശ്യങ്ങൾക്ക് നമ്മൾ ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലിപ്സിൽ 1 തുടങ്ങി 25 വരെ. ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ നമ്പർ, റോൾ നമ്പറൊക്കെ എഴുതി എന്തെങ്കിലും എന്താ പറയുക വോട്ടിങ്ങിനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്ലിപ്സിൽ എഴുതിയിടും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ലിപ്പുകളിൽ 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുകയാണ്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, അങ്ങനെ അപ് ടു 25. അങ്ങനെ 25 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്ത് കുറച്ച് പ്രോബബിലിറ്റീസ് നോക്കിയാലോ. നമുക്ക് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോബബിലിറ്റീസിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ. അതായത് നമ്മൾ ഇതിൽ നിന്ന് ഇത് നറുക്കെടുക്കുന്ന രീതിയിൽ ചുരുട്ടി കൂട്ടിയിട്ട് ഒരു ബോക്സിനകത്ത് ഒരു ബൗളിലോ ഇടുന്നു. അതിൽ നമ്മൾ 1 എടുക്കുകയാണ്. ഇഫ് യു ആർ ടേക്കിംഗ് 1, അതൊക്കെ അവിടെ ഉണ്ട്. സിറ്റുവേഷൻസിന്റെ ബാക്കി ക്വസ്റ്റ്യന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മളത് കാണാതെ വിത്തൗട്ട് സീയിങ് നമ്മൾ ഒരെണ്ണം എടുക്കുകയാണ്. എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ. അത് കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആകാനുള്ള സാധ്യത എത്രയാണ്? ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൺ നമ്പർ കിട്ടാനുള്ള സാധ്യത ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ സാധ്യത എത്രയാണ്? 25 ആണ്. 1 മുതൽ 25 വരെ ഉണ്ട്, 25 എണ്ണം വരെ ഉണ്ട്. അപ്പൊ 25 ആണ് ടോട്ടൽ ചാൻസസ് ഉള്ളത്. അതിൽ നമുക്ക് ഒരു ഈവൺ നമ്പർ കിട്ടണം. അപ്പൊ നമ്മൾ അറിയണം ഹൗ മെനി ഈവൺ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 and 25. 1നും 25നും ഇടയിൽ എത്ര ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ്. ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ ഈവൺ നമ്പേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ 1 തുടങ്ങി 25 വരെന്റെ ഇടയിൽ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെന്ന് നമുക്കറിയണം. എത്ര എണ്ണം ഉണ്ട് നോക്കിയേ? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 വരെ. 24 വരെയുള്ളൂ. 1, 25 ഇത് രണ്ടും അതിനകത്ത് പെടുന്നില്ല. നമുക്കറിയാം മൊത്തം 25 സംഖ്യയാണ്. ആ 25ന്റെ പകുതി നോക്കാം. 25ന്റെ പകുതി നമുക്കറിയാം 12.5 ആണ്, 12.5. അരയൊന്നും നമ്മൾ എണ്ണത്തിൽ പെടുത്താറില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, നേരത്തെയുള്ള പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ എടുത്തു പറഞ്ഞ കാര്യമാണ്. എണ്ണം നമ്മൾ നമ്പർ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിന്റെ ഡെസിമൽ നമ്പറിലുള്ള ഒരു എണ്ണം എടുക്കാറില്ല. നമ്മൾ കൗണ്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് എടുക്കുള്ളൂ. എണ്ണത്തെ ഒരിക്കലും നമ്മൾ പോയിന്റ് ഇട്ട് പറയാറില്ല. നമ്പർ എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറയുന്നു. ഒരാളെടുത്ത് എന്നിട്ട് 7.5 എന്ന് പറയുമോ? ആരും പറയാറില്ല. അപ്പൊ നമ്പർ എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ നാച്ചുറൽ നമ്പർ. അതൊരു എണ്ണൽ സംഖ്യയാണ്. അപ്പൊ നമുക്ക് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ മൊത്തം 25 സംഖ്യയുണ്ട്. അതിൽ ഒന്നിടവിട്ട് അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന 1 ഇടവിട്ടിട്ടുള്ള സംഖ്യകൾ എല്ലാം തന്നെ ഇരട്ട സംഖ്യകളും ബാക്കിയുള്ളവ ഒറ്റ സംഖ്യകളാണെന്ന് അറിയാലോ. അപ്പൊ അതിന്റെ പകുതി 25ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.5 ആണ്. 12.5-ൽ അര നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അര ക്യാൻസൽ ചെയ്യുക. 12 എണ്ണം ഏതാണ്? ഈവൺ നമ്പേഴ്സ് ആണ്. ബാക്കി 13 എണ്ണം ഏതായിരിക്കും? അപ്പോ ബാക്കി 13 എണ്ണം ഓട്ടോമാറ്റിക്കലി അത് ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ 12 ഈവൺ നമ്പേഴ്സ് ആണ്. 1 മുതൽ 25 വരെ ഉള്ളതിൽ 12 എണ്ണം ഈവൺ നമ്പേഴ്സ് ആണ്, ഓഡ് നമ്പേഴ്സ് ബാക്കി 13 എണ്ണം. അങ്ങനെയാണ് ടോട്ടൽ 25 എണ്ണം. ഓക്കെ, ഒരെണ്ണം കൂടുതലാണ് ഈവൺ നമ്പറിൽ, ഓഡ് നമ്പറിൽ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൺ നമ്പർ കിട്ടാനുള്ള സാധ്യത എത്ര എണ്ണമാണ്? 25 വരെയുള്ളതിൽ 12 എണ്ണേ ഉള്ളൂ. എണ്ണി നോക്കുക നിങ്ങൾ കറക്റ്റ് ആയിട്ട്. 20. അപ്പൊ 12/25 ടോട്ടൽ നമ്പർ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ എന്ന് ചോദിച്ചാൽ 12/25. ഇനി വീണ്ടും അടുത്ത ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഒരു ഓഡ് നമ്പർ കിട്ടാനുള്ള സാധ്യത. നേരത്തെ പറഞ്ഞല്ലോ 12 എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ 25, 12 കഴിഞ്ഞാൽ ബാക്കിയുള്ള 13 എണ്ണം ഓഡ് നമ്പർ ആണ്. സോ 13/25 കിട്ടിയോ? ഇനിയും ഇതിന്ന് ചോദിക്കാൻ സാധ്യത വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള സാധ്യത. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൂർണ്ണവർഗം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് ഒരു പൂർണ്ണവർഗ സംഖ്യ ആണെങ്കിൽ, ഇവിടം വരെയുള്ളൂ കേട്ടോ, എത്ര 25 വരെയുള്ള സംഖ്യകളിൽ തന്നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടാനുള്ള സാധ്യത ഏതൊക്കെയാണ്? അപ്പൊ എന്താ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ? അതായത് കൃത്യമായിട്ട് വർഗമുള്ളത്. വർഗം അതായത് നമുക്കറിയാം എന്തൊക്കെയാണ് 25 വരെയുള്ള സംഖ്യയിൽ ഏതൊക്കെ വർഗങ്ങളായിട്ട് വരും. 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4 വരും, 3ന്റെ സ്ക്വയർ 9 വരും, 4ന്റെ സ്ക്വയർ 16 വരും, 5ന്റെ സ്ക്വയർ 25 വരും. സോ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ? 1 ഉണ്ട്, 4 ഉണ്ട്, 9, 16, 25. ഇനിയുണ്ട്, ഇനി ഇഷ്ടംപോലെ ഉണ്ട്. 5ന്റെ സ്ക്വയർ 25 കഴിഞ്ഞാൽ 6ന്റെ സ്ക്വയർ 36 ഉണ്ട്. പക്ഷെ 36 ഒന്നും നമ്മുടെ സ്ലിപ്സിലില്ല. നമ്മൾ എഴുതിയിട്ടിരിക്കുന്നത് എത്ര എണ്ണം വരെയുള്ളൂ? 25 വരെയുള്ള സ്ലിപ്പുകളെ ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിട്ടുള്ളൂ, ബോക്സിലിട്ടുള്ളൂ. അപ്പൊ 25 വരെയുള്ള സംഖ്യകളിലാണ് നമ്മളോട് ചോദിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ 1, 2, 3, 4, 5 പൂർണ്ണവർഗ സംഖ്യകളാണ്, പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സ്ലിപ്പുകളിലുള്ളത്.
അതുകൊണ്ട് തന്നെ 5/25. 5/25 നമുക്ക് ഒന്നുകൂടി ചെറുതാക്കിയാൽ ദാറ്റ് ഈസ് 1/5 ആണ്. അപ്പോൾ 1/5 ആണ് പൂർണ്ണവർഗ സംഖ്യകൾ. ഇനിയും ചോദിക്കും, ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും പ്രോബബിലിറ്റി. ഒറ്റ ക്വസ്റ്റിനെയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അതുകൊണ്ടാണ് അതിൽ തന്നെ പറയാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ. പ്രൈം നമ്പർ ഒക്കെ നമ്മൾ നമ്പേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത, അതായത് ഈ പറയുന്ന ഗ്രൂപ്പിന്റെ ഇടയിൽ 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾക്കിടയിൽ വിച്ച് ആർ ദ പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ എന്ത് എഴുതിയത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് എഴുതിയത്. ഇവിടെ തന്നെ എഴുതുന്നുണ്ട്, ഇനിയും കൺഫ്യൂഷൻ വേണ്ട. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഞാനിപ്പോൾ എഴുതിയ. 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4. മനസ്സിലായല്ലോ? ഓഡ് നമ്പേഴ്സ് 1 മുതൽ 25 വരെയുള്ളതിൽ 12 ഈവൺ നമ്പർ, ബാക്കി 13 ഓഡ് നമ്പേഴ്സ് ആണ്. ആരെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് തന്നിരിക്കുന്നു 1 മുതൽ 50 വരെ ആണെങ്കിലോ, അപ്പോൾ 1 മുതൽ 50 വരെ ആകുമ്പോൾ അതിന്റെ പകുതിയാക്കുക 25 എണ്ണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓഡ് നമ്പേഴ്സ് ഈവൺ നമ്പേഴ്സ് എഴുതി, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഏതാ? വിച്ച് ആർ ദ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 25. 1നും 25നും ഇടയിലുള്ള പ്രൈം നമ്പറുകളാണ് നമുക്ക് വേണ്ടത്, അഭാജ്യ സംഖ്യകൾ. അപ്പൊ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയാ? 2, 3, 5, 7. അതായത് the numbers which have no any other factors other than the number itself and 1. ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളല്ലാതെ വേറൊരു ഘടകങ്ങളും ഇല്ലാത്ത സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ 2, 3, 5, അതായത് വേറൊരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതേ സംഖ്യ വെച്ച് മാത്രമേ 2നെ 2 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് എനി റിമൈൻഡർ ഇല്ലാതെ കേട്ടോ. 5നെ 5 കൊണ്ട് മാത്രമേ വേറെ ഏതെങ്കിലും നമ്പർ. അപ്പൊ അങ്ങനെയല്ലേ സംഖ്യകൾ വേറെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളില്ലേ? ഇപ്പൊ 8ന് വേറെ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാം. 8 മാത്രമല്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം വിത്തൗട്ട് എനി റിമൈൻഡർ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം വിത്തൗട്ട് എനി റിമൈൻഡർ. പക്ഷെ ഇങ്ങനെയുള്ള സംഖ്യകൾക്ക് പറ്റില്ല. അപ്പൊ 5, 7, പിന്നെ ഏതാ വരാ? 9 വരുമോ? 9 ചിലപ്പോൾ എഴുതി പോകും. കാരണം എന്താ? 9 എന്ന് പറയുന്നത് ഈവൺ ഓഡ് നമ്പർ ആണ്. പക്ഷെ ഓഡ് നമ്പർ അല്ല ഇവിടെ എഴുതേണ്ടത്. നമ്മൾ എഴുതേണ്ടത് പ്രൈം നമ്പേഴ്സ് ആണ്. 9 വരില്ല, 10 വരില്ല, 11 ഇത് കഴിഞ്ഞ് വരിക. 11 കഴിഞ്ഞ് 12 വരില്ല, 13 വരും, 14 വരില്ല, 15 വരില്ല, 16, 17 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. 18 വരില്ല, 19 ഒരു പ്രൈം നമ്പറാണ്. 20, 21 വരില്ല. 21 7 വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 22 വരില്ല. 23 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. ആൻഡ് ലാസ്റ്റ് വൺ പ്രൈം നമ്പർ 23 തന്നെയാണ്. എവിടെ വരെയുള്ളതിൽ? 25 പ്രൈം നമ്പർ അല്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് 25 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. അപ്പൊ ദീസ് ആർ ദ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 25. 1നും 25നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഇതാണ്. 2, 3, 5, 7, 11, 13, 17, 19, 23. അപ്പൊ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. എത്ര നമ്പേഴ്സ്? ന്യൂമറേറ്ററിൽ ടോട്ടൽ നമ്പർ ഓഫ് നമുക്ക് എഴുതിയ പ്രൈം നമ്പേഴ്സ് എഴുതാം ബൈ, എന്നിട്ട് എന്ത് എഴുതണം? 25 ടോട്ടൽ നമ്പറാണ് ബൈ 25 എഴുതാം. അപ്പൊ ഇതുപോലെ നമുക്ക് എന്താണ് പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതായത് അതിന്റെ ഇനീഷ്യൽ, അതായത് തുടക്കം കുറച്ച് കാര്യങ്ങളായിട്ടുള്ളൂ. നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി സാധ്യത നമുക്ക് ഇതുപോലെ പല ക്വസ്റ്റ്യൻസും ഫോം ചെയ്തുണ്ടാക്കാം. ഇനിയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പ്രൈം നമ്പേഴ്സിന്റെ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. കുറച്ചൊക്കെ ഒന്ന് പ്രൈം നമ്പേഴ്സിന്റെ ഇത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇനി പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3 ഈ പറയുന്ന ഗണത്തിൽ നിന്ന് 3ന്റെ ഗുണിതങ്ങൾ എത്ര ഉണ്ട് അതിന്റെ സാധ്യത എഴുതാമോ? 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 3, 6, 9, 12, 15 അങ്ങനെ അല്ലെ, 18 അങ്ങനെ. അപ്പൊ അത് 25 വരെയുള്ളതിന്റെ ഇടയിൽ 24 വരും. അപ്പൊ 24 എന്ന് പറയുന്ന സംഖ്യയും 3ന്റെ ഗുണിതം തന്നെയാണ്. അപ്പൊ അത് എത്ര ഉണ്ട് നോക്കുക. അതിന്റെ പ്രോബബിലിറ്റി നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം. ഇതൊക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എന്താ പറയാ നമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ പ്രൈം നമ്പർ പറഞ്ഞു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 പറഞ്ഞു, അതുപോലെ മൾട്ടിപ്പിൾ ഓഫ് 5 പറയാം നമുക്ക്. ഇനി എന്താ പറയാ 2 ഡിജിറ്റ് നമ്പേഴ്സ് സെയിം ആയിട്ട് വരുന്ന 2 ഡിജിറ്റ് നമ്പർ സെയിം ആയിട്ട് വരുന്നത് വേണമെങ്കിൽ പറയാം. അതായത് ഇതിനകത്ത് 2 ഡിജിറ്റ് നമ്പറും ആയിരിക്കണം, സെയിമും ആയിരിക്കണം. ഇപ്പൊ 22, 11 ഇതൊക്കെ ഒരേപോലത്തെ സംഖ്യകളാണ്. 11 അതിനകത്ത് 2 1 തന്നെയാണ്. 1 1. ഇനി 22 2 2. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ ഡിജിറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന 2 ഡിജിറ്റ് നമ്പറുകൾ. 1 ഡിജിറ്റ് നമ്പർ പറയാൻ പറ്റില്ല. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ എത്രയാണ്? അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? അപ്പൊ 2 എണ്ണേ ഉള്ളൂ. പിന്നെ ഒരു സംഖ്യയും അങ്ങനെ വരുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് ഒരേ സംഖ്യ തന്നെ ഡിജിറ്റ് തന്നെ മാറി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ് ഈ പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ
ആദ്യമായിട്ട് പ്രൊബബിലിറ്റി, സാധ്യത എന്താണെന്നും സാധ്യത എങ്ങനെയാണ് നമ്മൾ മാത്സിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് ഇന്ന് കണ്ടത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ അതിനകത്ത് തന്നിരിക്കുന്ന ആൻസേഴ്സ്, ക്വസ്റ്റ്യനൊക്കെ 10 തന്നെടുക്കുന്നത് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം കാണാം. ബൈ.